ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഈ പുതിയ വർഷത്തിലെ ജനുവരി മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ചയാണിന്ന്. പിറവിക്കാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച. എല്ലാവർക്കും കർത്താവിൻ്റെ ഈ ദിവസത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ തിരുപ്പിറവിയുടെ അനുഗ്രഹവും സമാധാനവും എപ്പോഴും നമ്മളുടെ കൂടെ തുടരട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് വിശുദ്ധ കുർബാനയിൽ നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വിശുദ്ധ ലൂക്കാസ് സുവിശേഷം 2-ാം അധ്യായം 22 മുതൽ 24 വരെ വാക്യങ്ങളും 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങളുമാണ്. പ്രധാനമായും ബാലനായ ഈശോയെ ദേവാലയത്തിൽ വെച്ച് കാണാതെ പോവുകയും പിന്നീട് കണ്ടെത്തുകയും ചെയ്യുന്ന ആ സന്ദർഭമാണ് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്നത്. ഈ സംഭവം നിരവധി ആത്മീയ ഉൾക്കാഴ്ചകൾ നമുക്ക് തരുന്നുണ്ടെങ്കിലും പ്രധാനപ്പെട്ട ചെറിയ ചില ചിന്തകൾ ഈ സമയം നിങ്ങളോട് പങ്കുവയ്ക്കട്ടെ. ഒന്നാമതായി നമ്മളിതിൽ നിന്ന് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈശോയും മാതാപിതാക്കളും മറ്റെല്ലാവരോടുമൊപ്പം ജെറൂസലേം ദേവാലയത്തിൽ തിരുനാളിന് പോയി വലിയ ആൾക്കൂട്ടത്തിനിടയിൽ ഈശോയെ മാതാപിതാക്കൾക്ക് നഷ്ടപ്പെടുന്നു. പിന്നീട് അത് തിരിച്ച് ദേവാലയത്തിൽ 3-ാം ദിവസത്തിന് ശേഷം കണ്ടെത്തി വീണ്ടും അവർ ഒന്നിക്കുന്നു. ഇതൊക്കെ നമുക്കറിയാം. ഇതിൽ നിന്നുള്ള ചില പ്രധാന ചിന്തകൾ, ഉൾക്കാഴ്ചകൾ. ഒന്ന്, നിതാന്ത ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ ആർക്കായാലും ദൈവത്തെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതാണ് യോസേപ്പ് പിതാവിനും മാതാവിനും പോലും ഈശോയെ നഷ്ടപ്പെട്ടു പോയി എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. നമ്മൾ ഏത് ജീവിതാവസ്ഥയിലും ഉള്ളവരാവട്ടെ, ഒരുപക്ഷെ ഒരു മേലധ്യക്ഷനാവാം, ഒരു സുപ്പീരിയർ ആവാം, ഒരു ഹൗസിൻ്റെ പ്രധാനപ്പെട്ടയാളാവാം, ഒരു അച്ഛനാവാം, സിസ്റ്ററാവാം, കുടുംബനാഥനാവാം, കുടുംബനാഥയാവാം, ആരുമായിക്കൊള്ളട്ടെ. നമുക്ക് വലിയ പദവികളോ ഉത്തരവാദിത്വങ്ങളോ ഒക്കെ ഉണ്ടെങ്കിലും നമ്മൾ വേണ്ട ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ ആർക്കായാലും ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകാം. അപ്പോൾ അത് നമ്മൾ നിരന്തരമായ ഒരു ശ്രദ്ധ, ദൈവം കൂടെയുണ്ടെന്നും ഒപ്പമുണ്ടെന്നുമുള്ള കാര്യം എല്ലാവരും ഉറപ്പിക്കേണ്ടതാണ്. പലപ്പോഴും നമുക്ക് ജീവിതത്തിൻ്റെ തിരക്കുകൾ വരും, ഔദ്യോഗിക ജോലികളുടെ ഉത്തരവാദിത്വങ്ങൾ വരും, ചുറ്റുവട്ടങ്ങളിൽ നിന്നുള്ള ആകർഷണങ്ങൾ വരും. അതൊക്കെ നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റാനോ ദൈവം നമ്മളിൽ നിന്ന് മറയപ്പെടാനോ ഒക്കെ കാരണമാകും. അതുകൊണ്ട് ആർക്കായാലും ഇത്തരം ഒരു വലിയ അപകടത്തിന് സാധ്യതയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ ഈ സംഭവം ഒന്നാമത് നൽകുന്നു. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈശോ നഷ്ടപ്പെട്ടെന്ന് ഈ മാതാപിതാക്കൾ അറിഞ്ഞത് ഈശോയുടെ കാഴ്ച അവരുടെ കൺമുമ്പിൽ നിന്ന് പോയി. ഈശോയെ അവരുടെ കൺമുമ്പിൽ കാണാനില്ല. അതുപോലെ തന്നെ ഈശോയുടെ സംസാരം അവർക്ക് കേൾക്കാനില്ല. ഇന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ദൈവവുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങൾ നേരിട്ട് കാണാനില്ലാത്തപ്പോഴും അത് കേൾക്കാനില്ലാത്തപ്പോഴും ദൈവം നമ്മളിൽ നിന്ന് അകന്നു പോകാനോ നമ്മൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകാനോ ഇടയുണ്ട്. ദേവാലയത്തിൽ പോകേണ്ട കാര്യമുണ്ടോ, പള്ളിയിൽ പോകേണ്ട കാര്യമുണ്ടോ, വിശുദ്ധ കുർബാന കാണേണ്ട കാര്യമുണ്ടോ? ആളുകൾ ചോദിക്കുമ്പോൾ ഇതാണ് ഉത്തരം. ദൈവത്തെ കാണാനുള്ള അവസരങ്ങൾ നമ്മുടെ കൺമുമ്പിൽ നിന്ന് മാറുമ്പോൾ, ദൈവത്തെ കേൾക്കാൻ, സുവിശേഷത്തിലൂടെ കേൾക്കാനുള്ള അവസരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തുമ്പോൾ ദൈവം നമ്മളിൽ നിന്ന് പയ്യെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ടെന്നുള്ള ഓർമ്മപ്പെടുത്തൽ. മൂന്നാമതൊരു ചിന്ത ഇതാണ്, അവൻ യാത്രാസംഘത്തിൻ്റെ കൂടെ കാണുമെന്ന് ഈ മാതാപിതാക്കൾ വിചാരിച്ചു. അവരുടെ ഒരു ഊഹമായിരുന്നു അത്. അവരങ്ങനെ ചിന്തിച്ചു. എപ്പോഴും നമ്മുടെ ഊഹങ്ങളും നമ്മുടെ ധാരണകളും നമ്മുടെ ചിന്താഗതികളും ഒന്നും ശരിയാവണമെന്നില്ല. ചിലർ പറയും, ഈ എല്ലാ മാസവും കുമ്പസാരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഞായറാഴ്ച കുർബാന കണ്ടില്ലെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇടയ്ക്കൊരു കള്ളത്തരം കാണിച്ചാലും ഒരു നുണ പറഞ്ഞാലും കുഴപ്പമില്ല. ചില കാര്യങ്ങൾ നമ്മൾ അങ്ങ് ഊഹിച്ചെടുക്കുകയും അത് സാരമില്ല എന്ന് നമ്മൾ തന്നെ കരുതുകയും ചെയ്യുന്നെങ്കിൽ അതിന് പിന്നീട് വലിയ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആത്മീയ ജീവിതത്തിൽ പ്രാധാന്യമുള്ളതൊന്നും ഗൗരവം കുറച്ച് കാണാതിരിക്കാനും നമ്മുടേതായ ചിന്തകൾ ശരിയായി വരുമെന്ന് കരുതിയിരിക്കാതെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനുമുള്ള ഓർമ്മപ്പെടുത്തലാണ് ഈ മൂന്നാമതൊരു ചിന്ത നൽകുന്നത്. നാലാമത്തെ ഒരു കാര്യം, അവർ ജെറൂസലേമിലേക്ക് തിരിച്ചുപോയി അവരെ ഈശോയെ കണ്ടെത്തുന്നു. തെറ്റുപറ്റി എന്ന് നമ്മൾ അറിയുന്നെങ്കിൽ നമുക്കൊരു തിരിച്ചുപോക്കിന് നമ്മൾ തയ്യാറാവണം. നമ്മുടെ റൂട്ട് മാറ്റാനായി നമ്മൾ തയ്യാറാവണം. നഷ്ടപ്പെട്ടത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഈശോയാണ് നഷ്ടപ്പെട്ടത് എന്ന് തിരിച്ചറിയണം. ഇനി നഷ്ടപ്പെടാതെ നോക്കുകയും വേണം. തീർച്ചയായും ഈശോയെ ദേവാലയത്തിൽ വെച്ച് കണ്ടെത്തിയപ്പോൾ യോസേപ്പ് പിതാവും മാതാവും കൂടുതൽ ശ്രദ്ധയോടെ ഈശോയെ എപ്പോഴും പിന്നീട് കൂടെ നിർത്തിയിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും. നമുക്ക് എപ്പോഴെങ്കിലും ആത്മീയ ജീവിതം നഷ്ടപ്പെട്ടു പോയി തിരിച്ചു വന്നാൽ പിന്നെയും അതിനെ ലാഘവത്വത്തോടെ കാണാതെ ഗൗരവത്തോടെ കാണുകയും അർഹിക്കുന്ന പ്രാധാന്യം എപ്പോഴും ആത്മീയ ജീവിതത്തിന് കൊടുക്കുകയും ചെയ്യണം.
ഒത്തിരിയേറെ ആത്മീയ ഉൾക്കാഴ്ചകളുണ്ടെങ്കിലും ഈ 4 ചിന്തകൾ ഇന്ന് നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ദൈവം ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടാതിരിക്കട്ടെ. ഈ പുതുവർഷത്തിൽ എപ്പോഴും ദൈവം നമ്മുടെ കൂടെ എല്ലാ ദിവസവും ഉണ്ടാകട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.